ഹലോ ഹൈദരാബാദ്, വെൽക്കം ടു ഫുഡ് റാലി. ഇന്ന് ഫുഡ് റാലി നിങ്ങളെ ഇങ്ങോട്ട് പോകുന്നത് ഹൈദരാബാദിലെ പെപ്പർ ഗ്രീൻ കേരള റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവരുടെ ഐക്കോണിക് ഐറ്റമായ ചിക്കൻ ഷവായാണ് ഈ കിടന്ന് കറങ്ങുന്നത്. നമ്മളൊരു ദിവസം ഒരു രാത്രി ഡിന്നർ കഴിക്കുന്നതിന് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിൽ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിവിടെ സീറ്റ്സ് ഒക്കെ കിട്ടിയത്. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് 2 ചിക്കൻ കിഴി പൊറോട്ട, ചിക്കൻ ദം ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ കിഴി ബിരിയാണി, പിന്നെ ഇവരുടെ മെയിൻ ഐറ്റമായ ചിക്കൻ ഷവായ ആയിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചത് ചിക്കൻ കിഴി പൊറോട്ട ആയിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ബോയിൽഡ് ഒരു എഗ്ഗും 2 പൊറോട്ടയിൽ നല്ല തിക്കായിട്ടുള്ള ചിക്കൻ കറി ആയിട്ടുള്ളതായിരുന്നു. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു പൊറോട്ടയെല്ലാം. ചിക്കൻ കറി ആണെങ്കിലും നല്ലതായിരുന്നു. രണ്ടും കൂടി കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവരുടെ അപ്പവും സ്റ്റൂവും കഴിക്കണമെന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു. അതും കൂടി ഓർഡർ ചെയ്യാൻ ഇരുന്നാണ്. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നോക്കാം എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത്. അതിനുശേഷം പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ മെയിൻ ഐക്കോണിക് ഐറ്റമായ ചിക്കൻ ഷവായ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള നല്ല സോഫ്റ്റ് മീറ്റും ഉള്ളിലൊക്കെ നല്ല ജ്യൂസി, പുറത്തൊക്കെ നല്ല മസാല പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ സ്കിന്നും വിത്ത് ആ മസാല കഴിക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവരുടെ ബിരിയാണിയും കഴിച്ചിരുന്നു, ദം ബിരിയാണി. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അതിനുശേഷം പിന്നെ ചിക്കൻ ഷവായോടൊപ്പം കിട്ടിയ ഒരു മുളക് ഇങ്ങനെ വെറുതെ ഉപ്പിലിട്ട് മുളകാണല്ലോ എന്ന് വെച്ച് കടിച്ചത്. ഒരു രസം ഉണ്ടായില്ല, നല്ല എരിവായിരുന്നു. അപ്പോൾ ചിക്കൻ ഷവായ മേടിക്കുന്നവർ ഈ മുളകിനെ ഒന്ന് സൂക്ഷിക്കണം. ഇതായിരുന്നു നമ്മുടെ യുദ്ധം കഴിഞ്ഞ യുദ്ധഭൂമി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പ്ലേറ്റ് എല്ലാം നല്ല ക്ലീൻ ആണ്. എല്ലാവരും ഫുഡ് ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ 2 സ്പെഷ്യൽ അവൽ മിൽക്കും കൂടി പറഞ്ഞു. അതും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും